സ്ഥാനാർത്ഥിക്കൊപ്പം പരിപാടിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. വേനൽ ചൂടും തെരഞ്ഞെടുപ്പ് ചൂടും അത്യുന്നതിയിൽ എത്തി നിൽക്കുകയാണ്. വോട്ടെടുപ്പിന് മണിക്കൂറുകൾ മാത്രം ശേഷിക്കുമ്പോൾ വോട്ടുറപ്പിക്കാനുള്ള അവസാനവട്ട ശ്രമത്തിലാണ് സ്ഥാനാർത്ഥികളെല്ലാം തന്നെ. സ്ഥാനാർത്ഥിക്കൊപ്പം പരിപാടിയിൽ ഇന്ന് നമ്മൾ കൂത്തുപറമ്പ് നിയോജക മണ്ഡലത്തിലെ 3 മുന്നണി സ്ഥാനാർത്ഥികളുടെ വിജയപ്രതീക്ഷകളാണ് ആരായുന്നത്. കൂത്തുപറമ്പ് നിയോജക മണ്ഡലം LDF സ്ഥാനാർത്ഥി PK പ്രവീൺ നമ്മോടൊപ്പം ചേരുകയാണ്. എങ്ങനെയുണ്ട് പ്രചരണം? നല്ല രീതിയിൽ പ്രചരണം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസം കഴിയുന്ന ഒരു നല്ല വിജയപ്രതീക്ഷയായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ഈ പ്രചരണം അവസാന ലാപ്പിലേക്ക് നീങ്ങുകയാണ്. അപ്പൊ അതിന്റെ ഒരു ചൂടുണ്ട്. വേനൽ ചൂടാണെങ്കിൽ അതികഠിനമാണ്. അപ്പൊ അതിനെ എങ്ങനെയാണ് അതിജീവിക്കുന്നത്? എങ്ങനെയാണ് ക്രമീകരണങ്ങളെല്ലാം? ക്രമീകരണം നമ്മുടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഉച്ചയ്ക്ക് 2 മണിക്ക് ശേഷമാണ് ഈ പര്യടനം നടത്തുന്നത്. രാവിലെ പിന്നെ ഓരോ മേഖലയിൽ പോയി ആളുകളെ കാണാനുള്ള പ്രവർത്തനമായി മുമ്പോട്ട് പോയത്. പൊതുപര്യടനം പ്രധാനമായിട്ട് ഉച്ചയ്ക്ക് ശേഷം തന്നെയാണ്. ഉച്ചയ്ക്ക് ശേഷമാണ് 2 മണിക്ക് തുടങ്ങി രാത്രി ഒരു 8 മണി വരെ 9 മണി വരെ പോകുന്ന രീതിയിലാണ്. എല്ലാ മേഖലകളിലേക്കും എത്തിപ്പെടാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് എല്ലാ മേഖലയിലും എത്തിപ്പെടാൻ പറ്റുന്നുണ്ട്. എങ്ങനെയാണ് ആളുകളുടെ ഒരു പ്രതികരണം? കാരണം ഇനി ദിവസങ്ങൾ എന്ന് പറയല്ല, മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ എന്ന് പറയാം പോളിംഗ് ബൂത്തിലേക്ക് പോകാം. അപ്പൊ ഈ അവസാന നിമിഷത്തിലൊക്കെ എന്താണ് ജനങ്ങളുടെ പ്രതികരണം? ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം മനസ്സിലാക്കാൻ ജനങ്ങൾ നല്ല രീതിയിൽ തന്നെ പിന്തുണ അർപ്പിക്കുന്ന രീതിയിലാണ് പോകുന്നത്. അതനുസരിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കുന്നത്. എന്തൊക്കെയാണ് നിങ്ങൾ പ്രചരണ രംഗത്തേക്ക് ജനങ്ങളോട് പറയുന്നത്? ജനങ്ങളോട് പറയുന്നത് നിലവിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണത്തിന്റെ അടിസ്ഥാനത്തിൽ കുറേയധികം വികസനം ഈ നിയോജക മണ്ഡലത്തിൽ നടന്നിട്ടുണ്ട്. അതിന്റെ തുടർച്ചയായി മുന്നോട്ട് പോകാനും പുതിയ പദ്ധതികൾ നടപ്പിലാക്കാൻ ഉദ്ദേശത്തോട് മുമ്പോട്ട് പോകാനാണ് ഉദ്ദേശിക്കുന്നത്. ഈ പ്രചരണ രംഗത്തേക്ക് ഇറങ്ങുമ്പോൾ ജനങ്ങളിൽ നിന്ന് എന്തെങ്കിലും നിർദ്ദേശങ്ങളോ മറ്റോ കിട്ടുന്നുണ്ടോ? ചില നിർദ്ദേശങ്ങൾ വരുന്നുണ്ട്. ചില റോഡുകളുടെ പ്രശ്നം വരും, പിന്നെ ചില ആശുപത്രികൾ ഡോക്ടർമാരുടെ അഭാവം, അതെല്ലാം വരുന്നുണ്ട്. അങ്ങനത്തെ നിർദ്ദേശങ്ങൾ മാത്രമാണ്. അത്തരം പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം കാണുമെന്നാണ്. പരിഹാരം കാണാൻ സാധിക്കുന്നതാണ്. അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ അതിനുള്ള പരിഹാരം ആയിട്ടുണ്ട്. ഘട്ടം ഘട്ടമായി നടന്നുകൊണ്ടിരിക്കുന്നതാണ്. പൂർണ്ണതയിൽ എത്തിക്കാനുള്ള പ്രവർത്തനമാണ് നടപ്പിലാക്കേണ്ടത്. നേരത്തെ KP മോഹൻ MLA സ്വയം പിന്മാറി ആ സ്ഥാനത്തേക്കാണ് താങ്കൾ മത്സരിക്കുന്നത്. അപ്പോ അദ്ദേഹത്തിന്റെ ഒരു സാന്നിധ്യവും അദ്ദേഹം നേരത്തെ നടത്തിയ പ്രവർത്തനങ്ങളൊക്കെ ഏത് രീതിയിലാണ് ഗുണം ചെയ്യുന്നുണ്ടോ? അദ്ദേഹം ചെയ്ത പ്രവർത്തനം നല്ല രീതിയിൽ ഗുണം ചെയ്യുന്നുണ്ട്. അദ്ദേഹം തന്നെയാണ് LDF മണ്ഡലം കമ്മിറ്റിയുടെ ചെയർമാനായിട്ട് പ്രവർത്തനമായിട്ട് മുന്നിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്നത്. ഈ മണ്ഡലത്തെ കുറിച്ച് പറയുമ്പോൾ PR കുറുപ്പിന്റെ ഒരു പാരമ്പര്യമൊക്കെ അത് ഗുണം ചെയ്യുന്നുണ്ടോ പ്രചരണത്തിൽ? PR കുറുപ്പിന്റെ പേരിൽ നല്ല ഗുണം ചെയ്യുന്നുണ്ട്. പഴയകാല സഖാക്കളെ സംബന്ധിച്ചിടത്തോളം പഴയകാല പ്രവർത്തകരും ആ പേര് എന്ന നിലയിൽ കേൾക്കുമ്പോൾ തന്നെ അതിൻ്റെതായ ഒരു ആവേശം അവർ പോലും ഏറ്റെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ പ്രചരണത്തൊക്കെ നമുക്കറിയാം, ഈ കാലഘട്ടം ഓരോ ലെവലിൽ മാറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം പുതിയ തലമുറ അവര് ഈ സമൂഹ മാധ്യമങ്ങളുടെ ഒക്കെ ലോകത്താണ്. അപ്പൊ ഈ തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അപ്പൊ അതൊക്കെ എങ്ങനെയാണ് LDF ഉപയോഗപ്പെടുത്തുന്നത്? ഈ പുതിയ ആളുകളെ എങ്ങനെയാണ് ആകർഷിക്കുന്നത്? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സോഷ്യൽ മീഡിയ ആയിട്ട് ബന്ധപ്പെട്ട പ്രചരണങ്ങൾ നടക്കുന്നുണ്ട്. അതേപോലെ പുതിയ ആളെ ആകർഷിക്കാൻ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് ഇതേപോലത്തെ സോഷ്യൽ മീഡിയ തലങ്ങളും അതേപോലത്തെ കുറേയധികം പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ട് ഓരോരോ പുതിയ ഈ കലാ സാംസ്കാരിക പരിപാടികൾ നടത്തിക്കൊണ്ട് ആകർഷിക്കാനുള്ള ശ്രമവും നടത്തിക്കൊണ്ടിരിക്കുന്നു. ഈ സാധാരണ പ്രചരണങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള പ്രചരണങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ട്. വ്യത്യസ്തമായി വരുന്നുണ്ട്. മണ്ഡലത്തിന്റെ അടിസ്ഥാനത്തിൽ വരുന്നുണ്ട്. സംസ്ഥാന തലത്തിൽ ഇടതുപക്ഷ ജനാധിപത്യത്തിന്റെ പ്രവർത്തനങ്ങളും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ കഴിഞ്ഞ തവണ 9,500 10,000 വോട്ടിന്റെ അടുത്ത് ഭൂരിപക്ഷമാണ് ഉണ്ടായിരുന്നത്. ഇത്തവണ ആ ഭൂരിപക്ഷം എത്രത്തോളം വർദ്ധിക്കുമെന്നാണ് പ്രതീക്ഷ? എത്രത്തോളമാണ് വിജയപ്രതീക്ഷ? കൃത്യമായി ഭൂരിപക്ഷത്തെ കുറിച്ച് പ്രവചിക്കാൻ പറ്റത്തില്ല. പക്ഷെ എന്തായാലും കഴിഞ്ഞ പ്രാവശ്യത്തെക്കാട്ടും കൂടുതൽ ഭൂരിപക്ഷം ലഭിക്കുന്ന രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. 100% വിജയപ്രതീക്ഷയായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. നേരത്തെ NDA സ്ഥാനാർത്ഥി പറഞ്ഞത് ഇവിടെ LDF-ഉം NDA-യും തമ്മിലാണ് മത്സരം. കാരണം UDF-ന്റെ ആദ്യ പരാജയം എന്ന് പറയുന്നത് മണ്ഡലത്തിന് പുറത്തുനിന്നുള്ള ഒരാളെ കൊണ്ടുവന്ന് മത്സരിപ്പിച്ചു. അപ്പൊ അതെങ്ങനെയാണ് LDF നോക്കിക്കാണുന്നത്? UDF-നെയും NDA-യും വ്യത്യസ്തമായി കാണുന്നില്ല. മത്സരം എല്ലാവരും ആയിട്ടുണ്ട്. എല്ലാ രാഷ്ട്രീയ പാർട്ടിയായിട്ടുള്ള മത്സരം അതേപോലെ നടക്കുന്നുണ്ട്. അപ്പൊ കുറച്ച് കാണുന്നില്ല. പൂർണ്ണമായും വിജയപ്രതീക്ഷ തന്നെയാണ്. പൂർണ്ണമായി വിജയം. അത്തരത്തിലുള്ള പ്രതികരണങ്ങളാണോ ജനങ്ങളിൽ ലഭിക്കുന്നത്? ജനങ്ങളുടെ ലഭിക്കുന്ന പ്രതികരണം അതേ രീതിയിലെ പ്രതികരണമാണ്. ഇനിയുള്ള ദിവസങ്ങളിൽ ഇനി ചുരുക്കം ദിവസം മാത്രമാണ്, വിരലെണ്ണാവുന്ന ദിവസങ്ങൾ. അപ്പൊ ഇനി എങ്ങനെയായിരിക്കും പ്രചരണം? ഇനി കാര്യമായിട്ടുള്ള പ്രചരണം നമ്മൾ കഴിയുന്നത് വീടുകളിൽ പോയി ആളുകളെ നേരിട്ട് ബന്ധപ്പെട്ട് അവരുമായിട്ട് ബന്ധപ്പെട്ടല്ലേ കാണാൻ പറ്റാത്ത ആളുകളെ കാണുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടിയാണ് മുന്നോട്ട് പോകുന്നത്. ഇനി പ്രമുഖ നേതാക്കൾ ആരെങ്കിലും പ്രചരണത്തിൽ എത്താനുണ്ടോ? നാളെ ഇടതുപക്ഷ ജനാധിപത്യത്തിന്റെ സുഭാഷിണി അടി മറ്റന്നാൾ പാനൂരിൽ വരുന്നുണ്ട്.
ബാക്കി തേജസ്വി യാദവ് വന്നു പോയി, അതേപോലത്തെ ആളുകളാണ്. അപ്പൊ ഈ പ്രമുഖ നേതാക്കളുടെ ഒക്കെ സാന്നിധ്യമൊക്കെ വോട്ടായി മാറുന്നുള്ള ഒരു പ്രതീക്ഷ തന്നെയാണ്. വോട്ടായി മാറും എന്തായാലും. കാരണം അത് വരുമ്പോൾ ഒരു ഇടതുപക്ഷ ജനാധിപത്യത്തിന്റെ മുഴുവൻ ആളുകളെയും ഒരു മേഖലയിൽ സംഘടിപ്പിച്ചുകൊണ്ട് തന്നെ പ്രവർത്തനം നടത്താൻ സാധിക്കുന്നു. അപ്പോൾ എല്ലാവിധ ആശംസകളും. കൂത്തുപറമ്പ് നിയോജക മണ്ഡലം UDF സ്ഥാനാർത്ഥി ജയന്തി രാജൻ നമ്മോടൊപ്പം ചേരുകയാണ്. അപ്പോൾ എങ്ങനെയാണ് വയനാട് നിന്ന് ഇങ്ങോട്ടേക്ക് എത്തി അവിടുത്തെ കാലാവസ്ഥയും ഇവിടുത്തെ രാഷ്ട്രീയ കാലാവസ്ഥയും ഒക്കെ എങ്ങനെയുണ്ട് ഈ പ്രചരണ രംഗത്ത്? രാഷ്ട്രീയ കാലാവസ്ഥയും ചൂടാണ്, ഇവിടെ ചൂടുമാണ്. തെരഞ്ഞെടുപ്പ് ചൂടിലും സൂര്യന്റെ ചൂടിലുമാണ് നമ്മൾ. എങ്ങനെയാണ് ഒരു ദിവസം തുടങ്ങുന്നത് പ്രചരണം? കാരണം വെയിലാണ്, അതികഠിനമായ വെയിലാണ്. അപ്പൊ അതിനെയൊക്കെ അതിജീവിക്കാനുള്ള പ്രചരണ ക്രമീകരണങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. എങ്ങനെയാണ് പ്രചരണങ്ങൾ ആരംഭിക്കുന്നത്? രാവിലെ 6 മണിക്ക് ഫീൽഡിൽ ഇറങ്ങും ഞങ്ങള്. രാവിലെ കുറച്ച് വീടുകൾ, പ്രധാനപ്പെട്ട സംവിധാനങ്ങളൊക്കെ സന്ദർശിച്ചതിന് ശേഷം 10 മണിയോടുകൂടെ വാഹന പര്യടനം ആരംഭിക്കുകയാണ്. 10 മണിക്ക് വാഹന പര്യടനം ആരംഭിച്ച് വാഹന പര്യടനത്തിലൂടെ ആളുകളെ കാണാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ അവിടെ എനിക്ക് തോന്നുന്നു ഇങ്ങനെ തുറന്ന വാഹനത്തിലാണ് വാഹന പര്യടനം നടക്കുന്നത്. ആ പര്യടനത്തിലെ ആളുകളുടെ കൂടെ ഇങ്ങനെ പോയിന്റുകളിൽ നമ്മൾ ഇറങ്ങി അവരുടെ ഒപ്പം അവരുടെ ഹൃദയത്തിൻ്റെ താളം നമ്മൾ മനസ്സിലാക്കുന്നു എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു ഞങ്ങൾ സാധാരണ തീരുമാനമെടുത്ത പോയിന്റുകൾക്കാൾ കൂടുതൽ ആളുകളെ തടഞ്ഞു നിർത്തി നമ്മളെ ഇറക്കുക. നമ്മളിപ്പോൾ ഒരു ചാർട്ട് ഉണ്ടാവുമല്ലോ, ആ ചാർട്ടിന്റെ അപ്പുറത്തെ ആൾക്കാർ നമ്മളെ തടഞ്ഞു നിർത്തുകയാണ്. അവർക്കൊരാവശ്യമുള്ളത് കൂത്തുപറമ്പിന് ഞങ്ങൾക്കൊരു മാറ്റം വേണമെന്ന് ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ ഒപ്പം ഞങ്ങളുണ്ട്, ഞങ്ങൾക്കൊപ്പം നിങ്ങൾ പൂർണ്ണമായും നിൽക്കുമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂടെ നിങ്ങൾക്ക് ഉറപ്പായി നിങ്ങളുടെ വോട്ടായി ഞങ്ങൾ ഉണ്ടാവും എന്നാണ് അവർ പറയുന്നത്. ഈ പ്രചരണത്തിന്റെ ക്രമീകരണങ്ങളൊക്കെ പാലിക്കാൻ പറ്റുന്നുണ്ടോ? കാരണം ഈ വെയിലായതുകൊണ്ട് തന്നെ പല ക്രമീകരണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ടാവില്ല, അത് പാലിച്ചു പോകാൻ പറ്റുന്നുണ്ടോ? തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടവും ക്രമീകരണങ്ങൾ പരമാവധി പാലിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഈ ചൂടുമായി ബന്ധപ്പെട്ട് ക്രമീകരണങ്ങൾ നടത്തിയിട്ടുണ്ടാവുമല്ലോ, അതായത് പ്രചരണത്തിന്റെ സമയവും കാര്യങ്ങളൊക്കെ, അതൊക്കെ പാലിച്ചു പോകാൻ പറ്റുന്നുണ്ടോ? പാലിക്കാൻ പറ്റാതെ വരുന്നൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ വഴിനീറ മനുഷ്യരാണ്. നമ്മൾക്ക് പറഞ്ഞ ടൈമിൽ നമ്മൾ ഉദ്ദേശിച്ച പോയിന്റുകളിലേക്ക് എത്താൻ പറ്റാതെ പോകുന്നത് ആളുകൾ നമ്മളെ തടഞ്ഞു നിർത്തി ഇറക്കുകയാണ്. അവിടെയാണ് നമുക്ക് ടൈം കുറച്ച് മാനേജ്മെന്റ് ചെയ്യാൻ പറ്റാതെ പോകുന്നത്. ബാക്കി നമുക്ക് ഒരുക്കിയിട്ടുള്ള എല്ലാ ഒരുക്കങ്ങളും നമുക്ക് കറക്റ്റാണ്. ആ ഒരുക്കങ്ങളെല്ലാം നമുക്ക് കൃത്യമാണ്. നമുക്കതെല്ലാം പാലിക്കാൻ പറ്റുന്നുണ്ട്. ഫുഡാണെങ്കിലും വെള്ളമാണെങ്കിലും വരുന്ന കൂടെയുള്ള കാണുന്ന സംവിധാനങ്ങളിലൊക്കെ അതിൻ്റെ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അത് കഴിക്കാൻ പറ്റുന്നുണ്ട്. നമുക്ക് ഇറങ്ങേണ്ട സ്ഥലങ്ങളിൽ അങ്ങനെ തന്നെ ഇറങ്ങാൻ പറ്റുന്നുണ്ട്. അതിനൊന്നും മാറ്റമില്ല. ആകെ ഈ ഇടയ്ക്ക് വെച്ച് നമ്മൾ തീരുമാനിച്ച പോയിന്റുകളിൽ കൂടുതൽ ഇറങ്ങുന്നതിൻ്റെ ഒരു വിഷയം മാത്രമേ ഇപ്പം നിലനിൽക്കുന്നു. ഈ അവസാന ലാപ്പിലേക്ക് നീങ്ങുകയാണ് ശരിക്ക്, അതായത് അതിന്റെ ഒരു അത്യുന്നതിയിലേക്ക് എത്തുകയാണ് പ്രചരണം. അപ്പോൾ ഈ തുടക്കം മുതൽ ഈ ദിവസം വരെ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രതികരണങ്ങൾ എങ്ങനെയാണ് ജനങ്ങളിൽ നിന്ന്? ഞാനിവിടെ വയനാട്ടിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വന്ന ഒരാളെന്ന സ്ഥിതിക്ക് ഈ മണ്ഡലത്തെ പൂർണ്ണമായും മനസ്സിലാക്കി കഴിഞ്ഞോ? അപ്പൊ ജനങ്ങൾ എങ്ങനെയാണ് സ്വീകരിക്കുന്നത്? വയനാട്ടിലേക്ക് വന്നത് എന്ന് പറയുമ്പോൾ ഞാൻ ഓൾറെഡി ഒരു മുസ്ലിം ലീഗിന്റെ നാഷണൽ അസിസ്റ്റന്റ് സെക്രട്ടറി എന്നുള്ള പദവിയിൽ ഇരിക്കുന്ന ആളാണ്. ഞാൻ ഈ കേരളത്തിനും പുറത്തും രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്ക് പോകുന്നൊരു വ്യക്തിയാണ്. പൊതുതെരഞ്ഞെടുപ്പുകളിൽ കൂത്തുപറമ്പ് മണ്ഡലത്തിലെ അഴീക്കോടാണെങ്കിലും നമ്മുടെ മുരളിയേട്ടൻ മത്സരിക്കുമ്പോഴാണെങ്കിലും ഇവിടുത്തെ തെരഞ്ഞെടുപ്പുകളിലൊക്കെ ഞാൻ ഇവിടെ ഭാഗവാക്കാണ്. അതുകൊണ്ട് പരിചിതക്കുറവൊന്നുമില്ല. അതിനേക്കാൾ വലിയൊരു ബന്ധം എന്ന് പറയുന്നത് ഞങ്ങളുടെ വയനാട് ജില്ലയിലെ വ്യാപാര സ്ഥാപനങ്ങൾ മുഴുവൻ നിയന്ത്രിക്കുന്നത് കൂത്തുപറമ്പുകാരാണ്. ഞങ്ങളുടെ ഓരോ മണ്ഡലത്തിലും ആയിരക്കണക്കിന് വോട്ടുകൾ കൂത്തുപറമ്പ് മണ്ഡലത്തിൻ്റെതായി ഉണ്ട്. അപ്പോൾ അവിടെ നിന്നുള്ള ആ ആയിരക്കണക്കിന് ആളുകൾ ജാതിമത രാഷ്ട്രീയ ഭേദമന്യേ എൻ്റെ കൂടെ നിൽക്കും എന്നുള്ള ഒരു പിന്തുണ എനിക്ക് തരുന്നുണ്ട്. ഒപ്പം എനിക്ക് തോന്നുന്നു ഞാൻ അവരെ ഓരോരുത്തരും ഫോൺ നമ്പറുകളായിട്ടും ഒക്കെ കൂടെ ഉണ്ടാവണേ, ഫോൺ നമ്പറുകളായിട്ടും എല്ലാം എനിക്ക് അയച്ചു തരികയാണ്. ഇവരെ വിളിക്കണം അവരെ വിളിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. ഒപ്പം അവർ ഇവിടെയുള്ള കുടുംബത്തിൻ്റെ ആളുകളെ കാണുന്നതിന് വേണ്ടി അവരുടേതായ ശുപാർശ തരികയാണ്. ഞങ്ങളുടെ വീട്ടിൽ പോകണം, ഇത്ര വോട്ടുകളുണ്ട്, അവിടെ ഉറപ്പായും കയറണം, അവർ നിങ്ങളെ കാത്തിരിക്കുകയാണ് എന്നുള്ള നിലയിൽ അതും പറയുന്നുണ്ട്. ഞാൻ അവിടെ വയനാട്ടിൽ ജാതി മത രാഷ്ട്രീയ
സാമൂഹ്യ ബന്ധങ്ങൾക്കപ്പുറത്ത് വേർതിരിവുകളില്ലാതെ എല്ലാ മനുഷ്യരെയും ചോദിക്കാൻ ആഗ്രഹിച്ച ഒരു ചോദ്യമാണ്. അവിടുന്ന് ഒരു ചെറിയൊരു യാത്രയപ്പൊക്കെ കണ്ടു, ഒരു വൈകാരികമായിട്ടുള്ള യാത്രയപ്പൊക്കെ. എങ്ങനെയാണ് അത്തരത്തിൽ ഉള്ള ഒരു സംഭവം ഉണ്ടായത്? യാത്രയയപ്പ് മാത്രമല്ല, ഇവിടെ എല്ലാ ദിവസവും യാത്രയിൽ വയനാട്ടിൽ നിന്നുള്ള വിവിധ മേഖലകളിൽ നിന്നുള്ള ആളുകളുണ്ട്. എൻ്റെ പഞ്ചായത്ത്, എൻ്റെ വാർഡ് എന്നുള്ളതല്ല, വയനാട്ടിലെ വിവിധ മേഖലകളിൽ നിന്ന് എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും, CPM ആണെങ്കിലും ഇടതുപക്ഷമാണെങ്കിലും BJP ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും അവിടുത്തെ എല്ലാ മനുഷ്യരും എന്നെ ഒരു മകളെ പോലെ സഹോദരിയെ പോലെയാണ് കാണുന്നത്. അതുകൊണ്ട് അവരുടെ എല്ലാവരുടെയും പിന്തുണ അവിടെ ഹൃദയം കൊണ്ട് എനിക്കുണ്ട്. അവർ പ്രാർത്ഥനകളായും എൻ്റെ ഒപ്പമുണ്ട്. പിന്നെ പരമാവധി അവരുടെ ബന്ധുക്കൾ ഇവിടെ ഉള്ളവരോട് പറയുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ആ ഒരു പിന്തുണ എനിക്കുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പൊ ഇത്രയും സപ്പോർട്ട് ഉണ്ട്, വിജയം ഉറപ്പാണെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പൊ എത്ര വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്നാണ് ഒരു പ്രതീക്ഷ? അവിടെ നിന്നുണ്ടാവുന്ന ഒരു പ്രതികരണങ്ങളെക്കാൾ കൂടുതൽ എനിക്ക് കൂത്തുപറമ്പിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട് എന്നാണ് തോന്നുന്നത്. കാരണം ഒരുപാട് മേഖലകളിൽ നിന്ന് മനുഷ്യരുടെ കൈകൾ ടച്ച് ചെയ്യുമ്പോൾ നമുക്കറിയാം അവരിൽ ഒരു പോസിറ്റീവ് ഉണ്ടെങ്കിൽ അത് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. ആ പോസിറ്റീവ് എനർജി അവരുടെ കൈകളിലൂടെ എനിക്ക് കിട്ടുന്നുണ്ട്. അതാണ് ഞാൻ പറഞ്ഞ ആളുകൾ ഒരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ട് എന്ന്. ആ മാറ്റത്തിനായി അവരെന്റെ കൂടെ നിൽക്കുന്നു എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അപ്പൊ അങ്ങനെ എന്റെ കൂടെ ഉണ്ടവർ. ഈ മാറ്റം ആഗ്രഹിക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ ഈ മണ്ഡലത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉള്ളതായിട്ട് ഇപ്പോ ഈ ഒരു പ്രചരണ രംഗത്തൊക്കെ മനസ്സിലാവുന്നുണ്ടോ? UDF ഇനി അധികാരത്തിൽ വരികയാണെങ്കിൽ, ഈ മണ്ഡലത്തിൽ UDF ജയിക്കുകയാണെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും? സാധാരണ ഞാൻ നിയമസഭാ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥികൾക്കൊപ്പം സഞ്ചരിക്കുന്ന ഒരാളാണ്. അവിടെയൊക്കെ നമുക്കറിയാം, അങ്ങനെയുള്ള സ്ഥാനാർത്ഥികളുടെ വോട്ട് അഭ്യർത്ഥിക്കുന്ന പ്രിയപ്പെട്ടവരെ ചോദിക്കുക, അവിടുത്തെ വോട്ടർമാരെ ചോദിക്കുക, നമ്മളോട് കുറച്ച് ഉയരങ്ങളിൽ, അല്ലെങ്കിൽ നമുക്ക് ഒരു ടെക്നിക്കലായ അല്ലെങ്കിൽ ഉന്നത വിദ്യാഭ്യാസ മേഖല, അല്ലെങ്കിൽ ആരോഗ്യരംഗത്തെ നമ്മുടെ ജില്ലാ തലത്തിലുള്ള കാര്യങ്ങൾ, പിന്നെ റോബോട്ടിക് സംവിധാനങ്ങൾ, അങ്ങനെയുള്ള കുറെ കൂടെ മെച്ചപ്പെട്ട സംവിധാനങ്ങൾ ഇന്നതുണ്ട്, ഇന്നത് ഞങ്ങൾക്ക് ചെയ്തു തരണം എന്നാണ് നമ്മളോട് പറയാറുള്ളത്. പക്ഷെ എനിക്ക് തോന്നുന്നു ഇത്തവണ ഈ സ്ഥലത്ത് നിന്നുണ്ടായ ഒരു കാര്യം എന്ന് പറയുന്നത്, ഇവിടെ ഇറങ്ങണേ മോനെ ഒന്ന് നിർത്താൻ പറ്റും, ഇവിടെ നിന്ന് എനിക്ക് തോന്നുന്നു ഇവിടെ നിന്ന് ഉണ്ടായിട്ടുള്ളത് എന്ന് പറയുന്നത് പിന്നെ അതിൻ്റെയൊക്കെ അപ്പുറത്ത് അടിസ്ഥാന സൗകര്യ വികസനം ജനങ്ങൾ ചോദിക്കുകയാണ്. അപ്പൊ ആ തലങ്ങളിലേക്കുള്ള വികസന പ്രവർത്തനങ്ങൾക്ക് വരെ ഇവിടെ ജനങ്ങൾ എന്നോട് പരാതിയും പരിഭവങ്ങളും സങ്കടങ്ങളും പറയുകയാണ്. അപ്പൊ അതുകൊണ്ട് ഈ കൂത്തുപറമ്പ് എൻ്റെ കൂടെയുണ്ട്. കൂത്തുപറമ്പ് ഉറപ്പായും ഐക്യജനാധിപത്യ മുന്നണിയോടൊപ്പം ഉണ്ടാകും. ഇത്തവണത്തെ നിയമസഭാ ഇലക്ഷനിൽ കേരളത്തിൽ ഐക്യജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരുമ്പോൾ കൂത്തുപറമ്പ് ഞങ്ങൾ ഇത്തവണ കൂത്തുപറമ്പിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് ജയന്തി രാജൻ നിയമസഭയിൽ ഉണ്ടാവും. അപ്പോ എന്തൊക്കെ കാര്യങ്ങൾ ഇവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്? ഇവിടെ ഭരണത്തിൽ ഈ മണ്ഡലം പിടിച്ചെടുക്കുകയാണെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കും? മണ്ഡലത്തിന്റെ കാര്യത്തില് മുന്നേ ഉള്ള ഒരുപാട് പേര് ഇവിടെ കടന്നു വന്ന് അവര് പല ആൾക്കാരും എന്നോട് പറയുകയാണ്, വാക്ക് പറഞ്ഞു പോയവർ, പിന്നെ വാഗ്ദാനങ്ങൾ തന്നു പോയവരൊക്കെ ഉണ്ട്, അവരൊക്കെ പറ്റിച്ചിട്ട് പോയി. അതുകൊണ്ട് നിങ്ങൾ നമ്മുടെ കൂടെ ഉണ്ടാവുമെങ്കിൽ ഉറപ്പായി നിങ്ങളുടെ കൂടെ ഉണ്ടാവും എന്ന് പറയുന്നുണ്ട്. വികസന പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് പാതിവഴിയിലായ ഒരുപാട് വികസന പ്രവർത്തനങ്ങളുണ്ട്. ഒരു നിയമസഭാ സാമാജികൻ ചെയ്തു തീർക്കേണ്ടതായ 5 വർഷക്കാലത്തെ ഇതിപ്പോൾ 10 വർഷക്കാലം കൊണ്ട് തീർക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അതൊന്നും ഇവിടെ പൂർത്തീകരിക്കപ്പെട്ടിട്ടില്ല. സാങ്കേതികമായ തടസ്സങ്ങൾ കൊണ്ട് നിന്നുപോയ പദ്ധതികൾ വേറെയുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് പൂർത്തീകരിക്കുന്നതിന് വേണ്ടി അതിൻ്റെ സാങ്കേതിക തടസ്സങ്ങളൊക്കെ നീക്കി അതിൻ്റെ തുടക്കം മുതൽ മാറ്റേണ്ടതാണെങ്കിൽ മാറ്റി, പുതുതായി വെക്കേണ്ടതാണെങ്കിൽ അങ്ങനെ അത് നടപ്പിലാക്കി കൂത്തുപറമ്പിന് ആവശ്യമുള്ളത്, കൂത്തുപറമ്പുകാർക്ക് ആവശ്യമുള്ളത് അത് നടപ്പിലാക്കി കൊടുക്കണം. ആ വികസനത്തോടൊപ്പം നിൽക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എല്ലാവിധ വിജയാശംസകളും. കൂത്തുപറമ്പ് നിയോജക മണ്ഡലം NDA സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ഷിജിലാലാണ് നമ്മോടൊപ്പം ചേരുന്നത്. കടുത്ത വേനൽ ചൂടാണ്. അപ്പൊ തെരഞ്ഞെടുപ്പ് ചൂട് എത്രത്തോളമാണ്? തെരഞ്ഞെടുപ്പ് ചൂടും വേനൽ ചൂടും എല്ലാം ഒരേപോലെ നമ്മൾ, പക്ഷെ അതിനെ വളരെ
ഇതായിട്ടാണ് കണക്കാക്കുന്നത്. കാരണം ജനങ്ങളിൽ നിന്ന് കിട്ടുന്ന പ്രതികരണം വളരെ അനുകൂലമാണ്. അതുകൊണ്ട് തന്നെ ചൂടിന് വകവെക്കാതെ നമ്മൾ മുന്നോട്ട് പോവുകയാണ്. നിരവധി വിഷയങ്ങൾ നമുക്ക് ചൂടുള്ള സമയത്ത് എങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് പ്രചരണം ക്രമീകരിച്ചിരിക്കുന്നത്? രാവിലെ ഒരു ദിവസം തുടങ്ങുന്നത് എങ്ങനെയാണ്? രാവിലെ ഇപ്പോ 2ാം ഘട്ടമാണ് നമ്മുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടക്കുന്നത്. അപ്പൊ ഇന്ന് 11:30 വരെയാണ് ഇതാക്കിയത്. പിന്നീട് 3 മണിക്കാണ് നടക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ 1-2 കേന്ദ്രങ്ങളോട് കഴിഞ്ഞാൽ നമ്മൾ സമാപിച്ച് വീണ്ടും 3 മണിക്ക് ആരംഭിക്കുന്നതാണ്. ആ സമയം കൃത്യമായി ക്രമീകരിക്കാൻ പറ്റുന്നുണ്ടോ? സമയം ആളുകളുടെ ഒരു കണ്ടുകൊണ്ടിരിക്കുമ്പോൾ സമയം എടുക്കുന്നുണ്ട്. നമുക്ക് എല്ലാവരും നമ്മൾ വളരെ ആകാംക്ഷയോടെയാണ് ഒരു മാറ്റം ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആളുകളെ നമുക്ക് നല്ല രീതിയിൽ നമ്മളോട് പ്രതികരിക്കുന്നുണ്ട്. അതുകൊണ്ട് വൈകിപ്പോന്നു. എന്താണ് ജനങ്ങളിൽ ലഭിക്കുന്ന? കാരണം ഇത്ര ദിവസമായി പ്രചരണ രംഗത്ത് ഇപ്പൊ അവസാന ലാപ്പിലേക്ക് എന്ന് പറയാം, ഇനി ചുരുങ്ങിയ മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ എന്ന് തന്നെ പറയാം. അപ്പൊ എങ്ങനെയാണ് ജനങ്ങളുടെ പ്രതികരണം? അതെ അതെ, ജനങ്ങൾ വികസനത്തിന് വേണ്ടി, ഞങ്ങൾ അത് തന്നെയാണ് പറയുന്നത്, വികസനത്തിന് വേണ്ടി നരേന്ദ്രമോദി സർക്കാരിന്റെ നേട്ടങ്ങൾ നമ്മുടെ മണ്ഡലത്തിൽ എത്തേണ്ടതുണ്ട്. മോഡിജി പറയുന്ന പോലെ ഒരു ഡബിൾ എഞ്ചിൻ സർക്കാർ കേരളത്തിൽ വരണം. അപ്പൊ വികസിത കേരളം യാഥാർത്ഥ്യമാകണമെങ്കിൽ നമ്മുടെ വികസിത കൂത്തുപറമ്പ് യാഥാർത്ഥ്യമാകേണ്ടതുണ്ട്. അപ്പൊ നിരവധി പദ്ധതികൾ നമുക്ക് നമ്മുടെ നാട്ടിലെത്താൻ ജനങ്ങളോട് പറയുമ്പോൾ അവർക്ക് താല്പര്യമുണ്ട്. ഇവിടെ 10-20 വർഷമായി MLA എന്നുള്ള നിലയിൽ ഇപ്പോഴത്തെ നിലവിലെ MLA ഭരിക്കുകയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ വീണ്ടും ഒരു നേട്ടങ്ങളും ഇവിടെ നടത്താൻ വേണ്ടി സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു മാറ്റം ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് കൂത്തുപറമ്പിൽ. അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ നല്ല രീതിയിലുള്ള ഒരു പോസിറ്റീവായിട്ടുള്ള പ്രതികരണം ജനങ്ങളിൽ നമുക്ക് കിട്ടുന്നുണ്ട്. ഈ പ്രധാനമായിട്ടും കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികളൊക്കെ തന്നെയാണോ പ്രചരണ വിഷയമാക്കുന്നത്? അതുപോലെ 3 മുദ്രാവാക്യങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് വെക്കുന്നുണ്ട്. അതെ അതെ, വികസിത കേരളം, സുരക്ഷിത കേരളം, വിശ്വാസ സംരക്ഷണം. അപ്പൊ ഈ 3ഉം യാഥാർത്ഥ്യമാക്കണമെങ്കിൽ ഇവിടെ ഒരു BJP നേതൃത്വം നൽകുന്ന ദേശീയ ജനാധിപത്യ സഖ്യം അധികാരത്തിൽ വരേണ്ടതുണ്ട്. അതുകൊണ്ട് അത് ജനങ്ങളെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്. അവർക്കത് മനസ്സിലായി തുടങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് ഒരു വലിയൊരു മാറ്റം കൂത്തുപറമ്പിലും ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും. ഈ ത്രികോണ മത്സരമുണ്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കക്ഷിയായിട്ട്? ഞങ്ങൾ നേരത്തെ സൂചിപ്പിച്ചു, ഇവിടെ തുടക്കത്തിൽ തന്നെ LDF-ഉം NDA-യും തമ്മിലുള്ള ഒരു മത്സരമാണ് കൂത്തുപറമ്പിൽ കാണുന്നത്. കാരണം തുടക്കത്തിൽ തന്നെ അവർക്ക് അവരുടെ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തുന്നതിൽ തന്നെ അവർ പരാജയപ്പെട്ടു. UDF സ്ഥാനാർത്ഥിയെ നിർത്തുന്നതിൽ അവർ പരാജയപ്പെട്ടു. അതുകൊണ്ട് തന്നെ NDA-യും LDF-ഉം തമ്മിലുള്ള ഒരു മത്സരമാണ് ഇവിടെ നടക്കുന്നത്. UDF-ന് പുറത്തു നിന്നുള്ള ആളാണെങ്കിൽ ഇത്തവണ LDF-നെ സംബന്ധിച്ച് KP മോഹനം സ്വയം മാറി നിന്ന് മറ്റൊരാൾ, ഒരു പുതുമുഖം സ്ഥാനാർത്ഥി പുറത്ത് ആയതുകൊണ്ട് ജനങ്ങൾക്ക് ആരാണെന്ന് പോലും അവർക്ക് അറിയാൻ വേണ്ടി സാധിക്കുന്നില്ല. അതുകൊണ്ട് BJP-ക്ക് വലിയൊരു പ്രതീക്ഷയാണ്, NDA-ക്ക് വലിയ പ്രതീക്ഷയാണ് ഈ മണ്ഡലത്തിൽ. അപ്പൊ LDF-ൽ ഒരു കുടുംബാധിപത്യമാണെന്നുള്ളൊരു ആരോപണമുണ്ട്. കുടുംബാധിപത്യം തന്നെയാണല്ലോ, അത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ. മോഹനൻ മാറി പുതിയൊരാള് ആ കുടുംബത്തിൽ തന്നെയാണ് വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ജനങ്ങള് ഈ ഒരു വികസനം ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി ഒരു വോട്ട് ഇത്തവണ BJP-ക്ക് ലഭിക്കും. NDA സ്ഥാനാർത്ഥിയുടെ ജയിക്കുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. എന്തൊക്കെയാണ് ഈ മണ്ഡലത്തിൽ പ്രധാന പ്രശ്നങ്ങളായി കാണുന്നത്? ഇനി NDA ഇവിടെ വരികയാണെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാനാണ്? തീർച്ചയായിട്ടും ഒരു വികസിത കൂത്തുപറമ്പ് നമുക്ക് സൃഷ്ടിക്കാൻ വേണ്ടി സാധിക്കും. നമുക്കറിയാം, പാനൂർ, കൂത്തുപറമ്പ് 2 പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളാണ് നമ്മുടെ മണ്ഡലത്തിൽ ഉള്ളത്. പാനൂരിലെ ഗതാഗതക്കുരുക്ക് പരിഹരിക്കാൻ ഇതുവരെ ഇവിടുത്തെ ഭരിക്കുന്ന ആളുകൾക്ക് സാധിച്ചിട്ടില്ല. പാനൂർ താലൂക്ക് ആശുപത്രി പണപ്പിരിവ് നടത്തിയെങ്കിലും സ്ഥലം എടുക്കാനോ അതേപോലെ തന്നെ ആശുപത്രി ഉണ്ടാക്കാനോ ഇവിടെ സാധിച്ചിട്ടില്ല. കൂത്തുപറമ്പിലും ഇതേ അവസ്ഥയാണ്. ഒരു ഓഫീസ് അവിടെ താലൂക്ക് ആശുപത്രി ഉദ്ഘാടനം ചെയ്തു മുഖ്യമന്ത്രി വന്നിട്ട്. കേരളത്തിലെ ഏറ്റവും വലിയ താലൂക്ക് ആശുപത്രിയായി ഇതിനെ ഉയർത്തുമെന്ന് പറഞ്ഞെങ്കിലും ഉദ്ഘാടനം ചെയ്ത് ഇതുവരെ 3-4 മാസമായി ഇതുവരെ അവിടെ ഒരു പ്രവർത്തനവും അവിടെ നടക്കുന്നില്ല. അവിടെയും ഗതാഗത കുരുക്കാണ്. അവിടെ റിംഗ് റോഡുകളുടെ പ്രവർത്തനം നടക്കുന്നു എന്ന് പറയുന്നെങ്കിലും ഒന്നും അവിടെ നടക്കുന്നില്ല. അങ്ങനെ നിരവധി വിഷയങ്ങൾ നമുക്ക് ജനങ്ങളോട് പറയാനുണ്ട്. അത് തന്നെയാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിലും ഉയർത്തുന്നത്. ഇതൊക്കെ ഒരു പ്രചരണ വിഷയമാക്കി തന്നെ ഉയർത്തിക്കൊണ്ടുവരുന്നുണ്ട്. ഇതിനൊക്കെ പരിഹാരം കാണാൻ? തീർച്ചയായും ഇതിനെല്ലാം പരിഹാരം BJP, അതായത് കേന്ദ്ര ഗവൺമെന്റ് നിരവധി പദ്ധതികളുണ്ട്, അത് ഇവിടെ എത്തുന്നില്ല. അത് എത്തണമെങ്കിൽ ഇവിടെ BJP പദ്ധതികളെ കുറിച്ച് പറയുമ്പോൾ എപ്പോഴും BJP ഉന്നയിക്കുന്ന ഒരു ആരോപണമുണ്ട്. കാരണം സംസ്ഥാന സർക്കാർ നടപ്പാക്കുന്ന പല പദ്ധതികളും കേന്ദ്രത്തിന്റെ പദ്ധതികളാണ്. പക്ഷെ അത് ഇവിടെ പറയാതെ സംസ്ഥാന സർക്കാരിന്റെ പദ്ധതികളായി അവതരിപ്പിക്കുന്നു. അതെ, അങ്ങനെയുണ്ട്. പിന്നെ കേന്ദ്ര പദ്ധതികൾ പലതും ഇവിടെ എത്തുന്നില്ല. 75 വയസ്സായ ആളുകൾക്ക് ആരോഗ്യ സുരക്ഷ, ഇതിന്റെ പദ്ധതി ഇവിടെ കേരളത്തിൽ എത്തുന്നില്ല. നിരവധി പദ്ധതികളുടെ പേര് മാറ്റി ഇവരുടെ പദ്ധതികളാണ് എന്ന് പ്രചരിപ്പിക്കുന്നു. അപ്പൊ ഇതിനൊക്കെ ഒരു അറുതി വരുത്താൻ BJP ഇവിടെ ജയിക്കണം. അത് ജനങ്ങളും ആഗ്രഹിക്കുന്നു. അപ്പൊ ഇതൊക്കെ ഈ കാര്യങ്ങളൊക്കെ എത്രത്തോളം ജനങ്ങളിലേക്ക് എത്തിക്കാൻ BJP-ക്ക് സാധിക്കുന്നുണ്ട്? ഈ പ്രചരണ ദിവസങ്ങളിലൊക്കെ എത്രത്തോളം കഴിഞ്ഞിട്ടുണ്ട്? ഇതിനു മുമ്പ് തന്നെ എനിക്ക് തോന്നുന്നു BJP സാധാരണഗതിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നേരത്തെ തന്നെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളൊക്കെ തുടങ്ങിയിരുന്നു. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് കാലത്തും അത് കാണാൻ സാധിച്ചിരുന്നു. അതിന്റെ ഒരു മുന്നേറ്റവും BJP-ക്ക് ഉണ്ടായിരുന്നു. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ എത്രത്തോളം ജനങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റും? തീർച്ചയായിട്ടും നമ്മുടെ പ്രവർത്തകർ വീടാന്തരം കയറി ഇറങ്ങി ലഘുലേഖകളും ഈ കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ജനങ്ങളോട് അറിയിക്കുന്നുണ്ട്. അവരത് മനസ്സിലാക്കുന്നുണ്ട് എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം.
അത് നടക്കുന്നുണ്ട്. BJP പൊതുവെ ഈ പൊതുയോഗങ്ങളും മറ്റും അധികം സംഘടിപ്പിക്കാതെ ജനങ്ങളിലേക്ക് വീടുകളിലേക്ക് കേന്ദ്രീകരിച്ചാണോ പ്രചരണം? അത് വീടുകളിലുണ്ട്. മാത്രമല്ല കഴിഞ്ഞ ദിവസം പാനൂരിൽ നമ്മുടെ ദേശീയ അധ്യക്ഷൻ വന്ന് നടത്തിയിട്ടുള്ള ഒരു റാലി എന്ന് പറയുന്നത് ഇതുവരെ പാനൂരിൽ BJP നടത്താത്ത ഒരു വലിയ ജനക്കൂട്ടം തന്നെയാണ് അത് പങ്കെടുത്തിട്ടുള്ളത്. അത് തന്നെയാണ് വികസിത പാനൂർ, വികസിത കൂത്തുപറമ്പ് നമുക്ക് സൃഷ്ടിക്കാൻ വേണ്ടി കഴിയും. ആളുകളുടെ പ്രതികരണം അത്രക്ക് വലുതാണ്. ഇപ്പൊ നമ്മള് ഈ കാലഘട്ടം വല്ലാതെ അങ്ങ് മാറുകയാണ്. നേരത്തെയൊക്കെ മാറ്റങ്ങൾ എന്ന് പറയുന്നത് വർഷങ്ങൾ ഒക്കെ കഴിയുമ്പോഴാണ് മാറ്റങ്ങൾ ഉണ്ടാകുന്നത്. ഇപ്പോ ഓരോ മാസങ്ങൾ വെച്ച് തന്നെ ചിലപ്പോൾ പറയേണ്ടിയിരിക്കുന്നത് സാങ്കേതിക വിദ്യയിലൊക്കെ അടക്കം മാറ്റം വരുന്നത്. അപ്പൊ ഈ പ്രചരണ രംഗത്ത് എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് ഈ പുതുതലമുറ? കാരണം പൊതുവെ അവരെ പറ്റി പറയപ്പെടുന്നത് ഈ രാഷ്ട്രീയത്തിൽ നിന്നൊക്കെ പിന്നോട്ട് പോകുന്നു, അതിലൊക്കെ താല്പര്യമില്ലാത്ത ആൾക്കാരാണ്. അപ്പൊ അവരെയൊക്കെ ആകർഷിക്കാൻ വേണ്ടി എന്തൊക്കെയാണ് NDA നടത്തുന്നത്? NDA എന്നുള്ള രീതിയിൽ നമ്മൾ എല്ലാ രീതിയിലും സാമൂഹ്യ മാധ്യമങ്ങളിലുള്ള പ്രചരണം ഒക്കെ നമ്മൾ നന്നായിട്ട് തന്നെ BJP നടത്തുന്നുണ്ട്. കൂടാതെ മറ്റ് വീടുകൾ കയറിയുള്ള സമ്പർക്കവും നടത്തുന്നുണ്ട്. അതുപോലെ ഈ അടുത്ത കാലത്തായി കാണുന്നത് ഈ പ്രചരണ രംഗത്ത് ഈ റോഡ് ഷോയിലൂടെയാണ്, ഈ മണ്ഡലത്തിലായാൽ പോലും എല്ലാവരും റോഡ് ഷോയിലൂടെയാണ് ഈ ഒരു പ്രചരണം തുടങ്ങിയത്. അപ്പൊ അതിനെ കുറിച്ചൊക്കെ എന്താണ് പറയുന്നത്? റോഡ് ഷോ BJP രണ്ടെണ്ണം നടത്തിയിട്ടുണ്ട്. മാത്രമല്ല നമ്മൾ വീടുകൾ കയറുന്നുണ്ട്. നമ്മുടെ മുഴുവൻ ആളുകളും എല്ലാ വീടുകളിലും കയറി ഇറങ്ങി BJPയുടെ നേട്ടങ്ങൾ അവതരിപ്പിക്കാൻ വേണ്ടി ജനങ്ങളുടെ മുമ്പാകെ സമീപിക്കുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം വെച്ച് പരിശോധിക്കുമ്പോൾ വലിയൊരു പ്രതീക്ഷ തന്നെയാണ്. തീർച്ചയായിട്ടും നമുക്ക് നല്ല പ്രതീക്ഷയാണ്. BJP ഇത്തവണ ഇവിടെ വിജയിക്കുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. വിജയിക്കുമെന്ന് പ്രതീക്ഷ പങ്കുവെക്കുന്നു. അപ്പോൾ ഏകദേശം ഒരു ഭൂരിപക്ഷം എത്രത്തോളം ഉണ്ടാവുന്ന ഒരു ജനങ്ങൾ തീരുമാനിക്കട്ടെ. ജനങ്ങൾ കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികൾ അവർക്ക് അവരുടെ നാടുകളിൽ എത്തിക്കാൻ വേണ്ടി എന്തൊക്കെ BJPക്ക് ചെയ്യാൻ സാധിക്കുമെന്ന് അവർക്കറിയാം. അതുകൊണ്ട് ജനങ്ങൾ തീരുമാനിക്കട്ടെ. അപ്പോൾ എല്ലാവിധ ആശംസകളും. താങ്ക് യു. മികച്ച ഭൂരിപക്ഷത്തോടെ മണ്ഡലം നിലനിർത്താനുള്ള പരിശ്രമത്തിലാണ് LDF. UDF ആവട്ടെ മണ്ഡലം തിരിച്ചുപിടിക്കാനുള്ള കൊണ്ടുപിടിച്ച ശ്രമത്തിലുമാണ്. NDA അട്ടിമറി വിജയം നേടുമെന്ന പ്രതീക്ഷയിലുമാണ്. ജനം ആർക്കൊപ്പമെന്ന് കാത്തിരുന്ന് കാണാം. മറ്റൊരു മണ്ഡലത്തിലെ സ്ഥാനാർത്ഥികൾക്കൊപ്പം അടുത്ത അധ്യായത്തിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.